ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു സഫ ഫുഡ് ലാൻഡ്. എന്തൊക്കെ എല്ലാവർക്കും സുഖന്നെ? അൽഹംദുലില്ലാ നമ്മളും സുഖമായിട്ടിരിക്കുന്നിട്ടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗാണ്. അപ്പോൾ ഇതിൽ ഞാൻ നിങ്ങൾ കുറേ ആയി ചോദിക്കുന്ന ഫ്രിഡ്ജ് ഓർഗനൈസേഷനും പിന്നെ അതുപോലെ തന്നെ ക്ലീനിങ്, പിന്നെ അതുപോലെ നമ്മൾ അരി സാധനം എല്ലാം കൊണ്ടുവരൂലേ, അപ്പോൾ ഏതാ നിങ്ങൾ ബ്രാൻഡ് അരി വാങ്ങൽ, പിന്നെ ഫിഷ് എങ്ങനെ ഞാൻ ക്ലീൻ ആക്കിയിട്ടെല്ലാം വെക്കുന്നത് ഫ്രിഡ്ജിൽ, അപ്പോൾ അതെല്ലാം ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടാക്കുക, പിന്നെ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടു നോക്കാം. നമ്മൾ വെള്ളിയാഴ്ച രാത്രിയാണ് കേട്ടോ ഞാൻ സാധനത്തിന് വേണ്ടി പോകുന്നത്. ഫാദർ പിന്നെ എന്തോ ഓടെ പോയിട്ടുണ്ട്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് നീ റെഡി ആയിട്ട് നിൽക്ക്, ഞാൻ വിളിക്കുമ്പോൾ താഴെ വന്നാൽ മതി എന്ന് പറഞ്ഞ്. അപ്പം ഞാനിതാ ചാക്കെല്ലാം എടുക്കുന്നുണ്ട് കേട്ടോ, അത് അയക്കേണ്ടതാണ്. അപ്പം ഇത് എനിക്ക് അരിയും സാധനമെല്ലാം വാങ്ങാനുണ്ട്. അപ്പോൾ അരിയെല്ലാം വെയിറ്റ് ഉള്ളതല്ലേ, അപ്പോൾ ഈ ഒരു കവറിൽ കൊണ്ടുവരുമ്പം നമ്മൾ പിന്നെ നടന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അരി വെയിറ്റുള്ളത് കൊണ്ടുവരുമ്പല്ലേ ചിലപ്പം അവർ തരുന്ന കവർ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. പിന്നെ കവറിനായാലും അവർ പൈസ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറേ ഇതുപോലത്തെ അരി സാധനം എല്ലാം കൊണ്ടുവരാൻ ഈ ഒരു ചാക്ക് പോലത്തെ കൊണ്ടുപോകലുണ്ട്. പച്ചക്കറി മാത്രമൊക്കെ എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് തന്നെ കവർ വാങ്ങലാന്ന് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഇപ്പോൾ അത് വിളിച്ചിട്ടുണ്ട്, ഞാൻ താഴെ ഉണ്ടെന്ന് പറഞ്ഞപ്പം ഞാനിതാ പോവാന്ന് താഴേക്ക്. ഇത് ഫാദറിൻ്റെ ചങ്ങായിയാണ്. അപ്പോൾ അവർക്കും നെസ്റ്റോയിൽ പോയിട്ട് സാധനം വാങ്ങാനുണ്ട്, അതുപോലെ തന്നെ എന്തോ വാങ്ങാനുണ്ടെന്ന് പറഞ്ഞപ്പം അങ്ങനെ നമ്മൾ ഒരുമിച്ചിട്ട് വന്നിട്ടുള്ള കേട്ടോ. നമുക്ക് നടക്കാനുള്ള ദൂരേ ഉള്ളൂ കേട്ടോ നെസ്റ്റോക്കൊക്കെ. ആരാണ് ഈത്ത? ഒരാൾ വിളിക്കുന്ന ഈത്ത അല്ലേ? അപ്പൊ കാണുന്നതാണ് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ്, കാണുന്നതാണ് ചായക്കട. ഇത് ഈ കാണുന്നതാണ് നെസ്റ്റോ. കൃത്യമാണോ? ഇത് KM-ന്റെ ഓപ്പോസിറ്റ്. എല്ലാം ഞങ്ങൾ അടുത്തടുത്ത് തന്നെ ആയല്ലേ, നടന്നിട്ട് വന്നോ. നെസ്റ്റോ നേരെ അവിടെ നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് KM കാണും, KM നോക്കിയാൽ നെസ്റ്റോ കാണും. നമുക്ക് നമ്മളെ റൂമിൽ നിന്നില്ലേ കുറച്ചങ്ങോട്ട് നടന്നാൽ മതിട്ടാ. അപ്പം നെസ്റ്റോ ഉണ്ട്, ലുലു ഉണ്ട്, KM ഉണ്ട്, പിന്നെ ഒരുപാട് റെസ്റ്റോറൻ്റ് ഉണ്ട്, ചായക്കട, ഫുഡ് വ്യൂ, പിന്നെ എക്സ്ഡൈന്, അതെല്ലാം ഉണ്ട് കേട്ടോ. നമുക്ക് തൊട്ടടുത്ത് തന്നെയാണ് എല്ലാം ഉള്ളത്. ആദ്യം നമുക്കില്ലേ നെസ്റ്റോ കുറച്ച് ദൂരമായിരുന്നു കേട്ടോ. ഇപ്പം പുതിയത് വന്നതാണ് ഈ ചായക്കടൻ്റെ അടുത്തുള്ളത്. അപ്പോൾ അതാ നമുക്ക് മീൻ, അരി അങ്ങനത്തെ എല്ലാം വാങ്ങേണ്ടിയിരുന്നു കേട്ടോ. മീൻ ഞാൻ കൂടുതൽ ഇവിടുന്ന് വാങ്ങലില്ല, നമ്മൾ മാർക്കറ്റിൽ ഫിഷ് മാർക്കറ്റിൽ പോകുമ്പോൾ അങ്ങനെ വാങ്ങലാ. ഇപ്പം പിന്നെ കുറേ ആയിപ്പെട്ട പോയിട്ട്, അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഫാദു അത് ഓർഡർ ആക്കിയിട്ടുണ്ട്. ഞാനിതാ പച്ചക്കറികൾക്ക് ഓഫറൊക്കെ നോക്കിയിട്ട് എടുക്കുക കേട്ടോ. വെള്ളി മുതൽ ഞായർ വരെയെന്ന് ഇവിടെ ഓഫർ ഉണ്ടാവുക. അപ്പോൾ അതാ ഓരോന്നോരോന്ന് നോക്കിയിട്ട് എടുക്കലാം. പിന്നെ ഞാൻ ഫസ്റ്റ് അരി കാണിച്ചു തന്നില്ല, പൊന്നരി. കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കലുണ്ട് കേട്ടോ, ഇതാ നിങ്ങൾ ഏത് അരിയാണ് പെട്ടെന്ന് ഇങ്ങനെ തിളപ്പിച്ചൂറ്റുന്ന അരി ഏതാ? ഞാൻ 2-3 വ്ളോഗിലെല്ലാം കാണിച്ചിനല്ലേ. അപ്പോൾ അത് തഞ്ചാവൂർ പൊന്നി അരി എന്ന് പറഞ്ഞിട്ടുള്ള അരി എന്നിട്ടാ. അത് നമുക്ക് പെട്ടെന്ന് തിളപ്പിച്ച് 10 മിനിറ്റ് കൊണ്ട് തന്നെ ചോറായിട്ടുണ്ടാവും, കൂടുതൽ ഗ്യാസൊന്നും പോകില്ല കേട്ടോ. പിന്നെ ഞാനിപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത് മട്ടയാണ്, നമുക്കിഷ്ടം മട്ടൻ തന്നെ എന്നിട്ടാ. പെട്ടെന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാൻ എന്താ പറയുക, പൊന്നരിയാണ് നല്ലത്. പിന്നെ നാട്ടിലൊക്കെ എന്നുണ്ടെങ്കിൽ മട്ടരി അടുപ്പിലെല്ലാം വെച്ചിട്ട് വേവിക്കാമല്ലോ, വിറകെല്ലാം വെച്ചിട്ട്. അതേപോലെ അല്ലല്ലോ, അല്ലാന്നുണ്ടെങ്കിൽ കുക്കറിലിട്ടിട്ട് അങ്ങനെ വേവിക്കണം. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് റൈസ് കുക്കർ ഉണ്ടായതുകൊണ്ട് മട്ടരി ഞാൻ ഗ്യാസുമ്മലൊന്ന് തിളച്ചാൽ അതിലേക്ക് ഇറക്കി വെക്കലാട്ടാ. അത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അത് നല്ല ലാഭമുള്ളൊരു സാധനമായി പോയിട്ട് എനിക്ക്. പൊന്നരി ആകുമ്പം നമുക്ക് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ അരി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മുട്ടതാ ഇത് വാങ്ങിച്ചിട്ടുണ്ട്. തൈര് സത്യം പറഞ്ഞാൽ എനിക്ക് ഡെയിലി വേണം കേട്ടോ. എനിക്ക് ചോറിലേക്ക് തൈരില്ലാതെ എന്തോ പോലെയെന്ന്. അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ മിൽക്കില്ലേ, അതെങ്കിലും അടിച്ചിട്ട് കുടിക്കും. ഇവിടെ ഭയങ്കര ചൂടും തുടങ്ങിയല്ലേ, അപ്പോൾ അത് വയറ് തണുക്കാനെല്ലാം നല്ലതാട്ടോ തൈര്. അപ്പോൾ അതാ തൈരും കഴിഞ്ഞിട്ടുണ്ട്, അപ്പോൾ തൈര് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുത്ത് തന്നെ ആയതുകൊണ്ട് നമുക്ക് തൈര് എപ്പോഴാണ് കഴിയുന്നു, അപ്പോൾ ഇവിടെ വന്നിട്ട് അങ്ങനെ എടുക്കലാന്നിട്ടാ. പിന്നെ അതാ മീൻ എന്താ പറയുക, തിലാപ്പിയ, പിന്നെ ആവോലിയും വാങ്ങിച്ചിട്ടുണ്ട്. തിലാപ്പിയ 2-3 മേടിച്ചിട്ടുള്ളൂ കേട്ടോ. കാര്യം അത് പെട്ടെന്ന് ചടക്കുന്ന സാധനമാണ്. അത് ചൂടോട് കൂടി അങ്ങനെ കഴിക്കുക വലിയ ഇഷ്ടമല്ല, നല്ല കുഴപ്പമില്ല കേട്ടോ. നമ്മൾ കുറേ ആയിപ്പം തിലാപ്പിയ കൊടുന്നിട്ട്, അപ്പോൾ
ഒന്ന് കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിച്ചാന്ന്. പിന്നെ ആവൂലി കേട്ടോ, പിന്നെ വേറെ ഒന്നും വാങ്ങിച്ചിട്ടില്ല. മാർക്കറ്റിൽ പോയാലാന്ന് കേട്ടോ, നമ്മൾ ഫിഷ് മാർക്കറ്റിൽ പോയാലാന്ന് കുറേ മീൻ വാങ്ങൽ. അപ്പോൾ ഇതാ മീനെല്ലാം വാങ്ങി. പിന്നെ ഓയിൽ നമ്മൾ 100-ൻ്റെതാണ് കേട്ടോ വാങ്ങൽ. അത് നല്ല ഓയിലാന്ന്, കുറേ വീഡിയോയിലും ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ അത് പറയുന്ന വീഡിയോസ് വോയിസ് ഓവർ തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അവിടെ മ്യൂസിക് പോലെ ഇങ്ങനെ ചെറിയൊരു പാട്ട് പോലെ ഉണ്ട്. അപ്പോൾ അതെനിക്ക് കോപ്പിറൈറ്റ് വരും നെസ്റ്റോൻ്റെ ഉള്ളിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെയാണ് കേട്ടോ അത് ശ്രദ്ധിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വോയിസ് കൊടുത്തിട്ടാ, അപ്പോൾ അത് പറഞ്ഞൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ അതാ എനിക്ക് തേങ്ങ വേണ്ടീന്, തേങ്ങ 2 എടുത്തിട്ടുണ്ട്. പിന്നെ അതാ പൂച്ചൻ്റെ ഫുഡ് കേട്ടോ. നമ്മൾ പൂച്ചൻ്റെ ഫുഡ് തന്നെയാണ് കേട്ടോ കൊടുക്കൽ. നമ്മൾ ചോറ് മീൻ അങ്ങനത്തെ ഒന്നും കൊടുക്കലില്ല. ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, ഞാൻ ചോറ് വയ്ക്കുന്നതിൻ്റെ ഇടയിൽ വന്നപ്പോൾ പായസം അങ്ങനെ കാണിച്ചപ്പോൾ ആ പായസം കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, സൽമ പിന്നെ ഇതൊന്നും കൊടുക്കരുത്, പായസം ഒന്നും കൊടുക്കരുത് എന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ചോറ് അങ്ങനത്തെ ഒന്നും കഴിക്കുന്നില്ല കേട്ടോ. അതിൻ്റെ ഫുഡ് തന്നെയാണ് പൂച്ചക്ക് വാങ്ങുന്ന ആ ഒരു ഫുഡും, അതുപോലെ തന്നെ ഒരു ഗ്രേവി പോലെ അതിൻ്റെ ഇറച്ചി പീസൊക്കെ വരുന്ന ഒരു ചെറിയ പാക്കറ്റിൽ അതുമാണ് കേട്ടോ. അതിൻ്റെ ഫുഡ് തന്നെയാണ് അതിന് കൊടുക്കൽ വാങ്ങിച്ചിട്ട്. ഇപ്പം നമ്മൾ പൂച്ചേൻ്റെ ഫുഡ് നമ്മളെടുത്തിട്ടുണ്ട്. പിന്നെ ആ ചെറിയൊരു പാക്കറ്റില്ലേ, ഒരു ഗ്രേവി പോലെ വരുന്ന ചിക്കൻ, ലിവർ ഇതെല്ലാം, അപ്പോൾ അത് ഒന്ന് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു സോപ്പ് തന്നെ കേട്ടോ കുറേ കാലമായി ഞാൻ യൂസ് ആക്കുന്നത്. പിന്നെ ഫാദു എന്നെ കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷം ഫാദു ഇത് തന്നെ കേട്ടോ യൂസ് ആക്കല്, ഡോവിൻ്റെത് ബ്ലൂ കളർ, പിങ്ക് ഒന്നല്ല ബ്ലൂ. അങ്ങനെ സോപ്പും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വാങ്ങുമ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ തന്നെ വാങ്ങൂട്ടാ. കാര്യം നമ്മളിവിടെ പെട്ടെന്ന് കഴിഞ്ഞെന്ന് പറയുമ്പം നമ്മൾ താഴെ ഗ്രോസറിയിൽ നിന്ന് വിളിപ്പിക്കുമ്പം കുറച്ച് കൂടുതൽ പ്രൈസ് തന്നെയാണ് വരില്ല. അപ്പോൾ ഇതുപോലെ ഓഫറിലെല്ലാം എടുക്കുമ്പോൾ നമുക്ക് ലാഭമായിട്ട് കിട്ടും. അങ്ങനെ അതാ സാധനം എടുക്കലും ബില്ലാക്കലും എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിതാ ജസ്റ്റ് പിന്നെ ബ്രോസ്റ്റഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാട്ടാ. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നമ്മളെ കൂടെ ഒരാളില്ലേനെ അതിൻ്റെ ഫ്രണ്ട്, അപ്പം അവർ പറഞ്ഞു ഇവിടെ നല്ല ഓഫറുണ്ട് ബ്രോസ്റ്റഡ് എന്ന്. അങ്ങനെ നമ്മൾ വന്നപ്പോൾ അവർ വാങ്ങിച്ചിട്ട് പോയിട്ടാ. അപ്പോൾ നമ്മൾ സാധനമെല്ലാം വാങ്ങിച്ചതിൻ്റെ ശേഷമാണ് ബ്രോസ്റ്റഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പോൾ ദാ ഇത് ക്യാമിൻ്റെ തൊട്ടടുത്ത് താത്താൻ്റെ ചായക്കടല്ലേ, അതിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ. സാധാരണ ഇടയ്ക്കിടയ്ക്ക് ഓഫേഴ്സ് ഇടാറുണ്ട്. പറയുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് വന്ന് ഇടയ്ക്കൊക്കെ ഇങ്ങനെ കഴിക്കാൻ കൂടാൻ ഇങ്ങനെ വന്ന് കഴിക്കാം. അത്യാവശ്യം നല്ല ടേസ്റ്റാണ്, വലുതായിട്ട് പറയാൻ പറ്റില്ല. എന്നാലും ആ കൂടുതൽ റോസ്റ്റഡ് കഴിക്കുന്ന ഒരു മൂടായിട്ട് വന്നാൽ ഇതൊക്കെ കഴിക്കാം. ഓക്കെ, ഇതിനു മുമ്പ് നമ്മൾ കഴിച്ചാണ് 2 പ്രാവശ്യം. ഇന്നത്തെ ടേസ്റ്റ് എങ്ങനെയാണ് വീണ്ടും പറയാം, നോക്കിയിട്ട് പറയാം. ഓക്കെ, ഇതാണ് ഞങ്ങൾ പറഞ്ഞ ആ സാധനം. നല്ല ബനാന ഫ്രൈ പോലത്തെ ഫ്രഞ്ച് ഫ്രൈസും നമ്മള് തീരുമാനിച്ച് ആൾക്ക് ലെഗ്. ഇത് 4 പീസിന് വരുന്നത് 13 ദിർഹമാണ്. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഷോപ്പിങ്ങും ഇതെല്ലാം കഴിഞ്ഞപ്പം ചെറുതായിട്ട് ഭയങ്കര ദാഹമായി, ഒരു എന്തെങ്കിലും ഒന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഏതായാലും ഓഫർ ഉണ്ടല്ലോ ഇവിടെ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ നെസ്റ്റോൻ്റെ ഓപ്പോസിറ്റ് തന്നെ ആയിരുന്നു കേട്ടോ അത് വരുന്നത്. അപ്പോൾ അതാ നമ്മൾ അവിടുന്ന് കഴിക്കലാന്ന്. പിന്നെ എനിക്ക് അത്ര വലിയ ഇഷ്ടമില്ല കേട്ടോ, ഈ ചിക്കനോട് വലിയ ഇഷ്ടമൊന്നുമില്ല. എനിക്ക് പിസ്സ അങ്ങനത്തെ എല്ലാം ഈ ഒരു ടൈമിൽ കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഫാദുവിന് ചിക്കനാണ് ഒന്നും കൂടെ ഇഷ്ടം, ഇങ്ങനെ ബ്രോസ്റ്റഡ് അങ്ങനത്തെ എല്ലാം. അപ്പോൾ ഏതായാലും ചിക്കൻ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഓഫറല്ലേ എന്ന് വിചാരിച്ചിട്ട് അതും കഴിച്ചിട്ട് പിന്നെ അതാ നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇല്ലാത്ത എൻ്റെ അടുത്ത് കഴിഞ്ഞ സാധനങ്ങളാണ് ഞാനിപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത്. ഞാനെപ്പോഴും അങ്ങനെയാണ്, ഇങ്ങനെ അരി കഴിഞ്ഞാലാണ് കേട്ടോ കൂടുതലും. ഇനിയിപ്പം എന്താ ഇല്ലാത്തതെന്ന് വിചാരിച്ചാൽ ഇല്ലാത്തത് എന്താ വെച്ചാൽ അപ്പം ഞാൻ എഴുതിയിട്ട് വെക്കും, ഫാദുവിന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടിടും എന്താ ഇല്ലാത്തതെന്ന്. എന്നിട്ട് പിന്നെ നമ്മൾ സാധനം വാങ്ങാൻ പോകുമ്പോൾ എനിക്ക് ഓർമ്മ വരുമല്ലോ ഇനി സാധനം ഇല്ലയെന്ന്. അപ്പം എല്ലാം ഒന്ന് നോക്കിയിട്ട് ഈ ചെറിയ സാധനങ്ങളില്ലേ, കടുക് ജീരകം അത് അങ്ങനത്തെ ഒക്കെ ആവും പെട്ടെന്ന് തീരൽ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഇല്ലെങ്കിൽ അതും ഇതിൻ്റെ കൂടെ തന്നെ അങ്ങനെ കൊണ്ടുവരില്ല എന്നിട്ടാ. അതുപോലെ തന്നെ നട്സിൽ എൻ്റെ അടുത്ത് ഇപ്പോൾ തീർന്നിട്ടുള്ളത് ബദാം മാത്രമായിരുന്നു, ബാക്കിയെല്ലാം ഉണ്ട് കേട്ടോ. ഈത്തപ്പഴം അതെല്ലാം ഉണ്ട്, ബദാമും തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബദാം മാത്രം വാങ്ങിച്ച് പിന്നെ ജീരകം അങ്ങനത്തെ എല്ലാം ഞാൻ പറഞ്ഞില്ല, അങ്ങനത്തെ എല്ലാം എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. അതെല്ലാം ഞാൻ നാളെ മാർക്ക് ആൻഡ് സേവ് പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച, അവിടെ ഭയങ്കര ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എന്താ പറയുക ഡിഷ് വാഷ് അങ്ങനത്തെ ഇതെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പച്ചക്കറിയും അരിയും എല്ലാം ഇതാ കവർന്നെടുത്തിട്ട്
താഴെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതാ ഞാൻ ഓരോന്നോരോന്നായിട്ട് അതെടുത്ത് വെക്കട്ടെ. ഞാൻ മീൻ കൊണ്ടുവന്നത് ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. വന്ന പാടന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. കാര്യം എന്താണെന്നറിയോ, ഞാനിപ്പോൾ വീഡിയോസ് എല്ലാം എടുക്കുന്നില്ല, അതുകൊണ്ട് കുറേ ലേറ്റായി പോകും. അപ്പോൾ ആ മീനിൽ വെടുക്കാവുമല്ലോ മീൻ. അപ്പോൾ ലാസ്റ്റ് മീൻ ഞാൻ എങ്ങനെ ബോക്സിൽ ക്ലീനാക്കി വെക്കൽ അതെല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ലാസ്റ്റ് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അതിന് ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഈ ഒരു അരിയാട്ട മട്ടരിയാണ് വാങ്ങൽ. ഇത് 5 കിലോത്തിൻ്റെ കവറാണ്. അപ്പോൾ അരി പിന്നെ വെടക്കാവൊന്നുമില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് 2 കവർ തന്നെ 2 പാക്കറ്റ് തന്നെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ബോക്സിലാക്കിയിട്ട് നിറച്ചിട്ട് വെക്കുന്നുണ്ട്. ബാക്കിയുള്ളത് ഞാനിതാ ഈ ഒരു ബോട്ടിലാക്കിയിട്ട് അങ്ങനെ അടച്ച് വെക്കലാണ് കേട്ടോ. പിന്നെ ബാക്കിയുള്ളത് അതിൻ്റെ ഉള്ളിൽ തന്നെ പൊട്ടിക്കാതെ അങ്ങനെ വെക്കും. പിന്നെ ഞാൻ സാധനം കൊണ്ടുവരാൻ പോകുന്നതിൻ്റെ മുന്നല്ലേ ഈ ഉള്ളി വെക്കുന്നതായാലും പിന്നെ നമ്മൾ അരി വെക്കുന്ന ആ ഒരു ബോക്സ് വെക്കുന്ന അരി കഴിഞ്ഞ പാടന്നെ വാഷാക്കിയിട്ട് ക്ലീൻ ആക്കിയിട്ട് അങ്ങനെ വെക്കലാന്ന് കേട്ടോ. പിന്നെ അവിടെയൊക്കെ ഒന്ന് തുടച്ചിട്ട് അപ്പം തന്നെ വെക്കല. പിന്നേക്ക് ഞാൻ വെക്കലില്ല കേട്ടോ. അതേപോലെ തന്നെ ഈ ഉള്ളി വെക്കുന്നതെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. മൊത്തം 2-3 ഉരുളങ്കിഴങ്ങ് അങ്ങനെ എന്തോ ബാക്കിയുണ്ടായിരുന്നു. ബാക്കിയെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പൂള ഉണ്ട് കേട്ടോ. പൂളഞ്ഞി ഇൻഷാല്ലാ ഹാപ്പിയെങ്കിൽ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. 2 പീസ് ബാക്കിയുണ്ട്. അപ്പോൾ അതാ ഈ ഉള്ളി ഇപ്പോൾ തീരും കേട്ടോ. കുറച്ച് വെളുത്തുള്ളി ഇതെല്ലാം ഞാൻ ഒപ്പരം തന്നെ കേട്ടോ വെക്കൽ, വേറെ വെക്കലില്ല. ഉരുളങ്കിഴങ്ങ് ആകെ 4 മേടിച്ചിട്ടുള്ളൂ, കൂടുതൽ വാങ്ങിച്ചിട്ടില്ല. അത് പിന്നെ കൂടുതൽ ഈ ഉള്ളീൻ്റെ കൂടെ വെക്കാൻ പറ്റില്ല. അത് നമ്മൾ അടുത്ത് തന്നെയല്ലേ നെസ്റ്റോയിൽ വരുന്നത്. അഥവാ തീർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് വാങ്ങിച്ചിട്ട് അങ്ങനെ നടക്കാൻ പോകലുണ്ട്. അപ്പോൾ വാങ്ങിച്ചിട്ട് വരലാന്ന് കേട്ടോ. ഗ്രോസറി ഐറ്റംസ് എല്ലാം എടുത്ത് വെക്കലെല്ലാം കഴിഞ്ഞ് ഇനി ഇതാ ഫ്രിഡ്ജിലുള്ളതും ഞാനെല്ലാം ക്ലീൻ ആക്കിയിട്ട് തന്നെ വെച്ചിട്ടുള്ളത് കേട്ടോ. താഴെ മീറ്റ് ഐറ്റംസ് വെക്കൽ. അപ്പോൾ അതാ എൻ്റെ ഫേസ് മസാജിൻ്റെ ഐസ് ക്യൂബ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഇപ്പോൾ ബീട്രൂട്ട്, ക്യാരറ്റ്, ഇഞ്ചി, പിന്നെ ഈ ഒരു ഗ്ലൂട്ടാത്തിയം ടാബ്ലറ്റ് ഭയങ്കര വൈറലായിനല്ലേ, അത് ഞാൻ ജ്യൂസാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഡെയിലി രാവിലെ കുടിക്കലുണ്ട്. അപ്പോൾ അതാണ് ഇപ്പം ഞാൻ കാണിച്ചത് കേട്ടോ. പിന്നെ വേറെ ഒന്നും കാണിച്ചില്ല. അത് റൈസ് അരച്ചിട്ട് ഫേസ് പാക്ക് ഇടാൻ വേണ്ടിയിട്ട് അതും ഇതേപോലെ തന്നെ ഞാൻ ചോറെല്ലാം അരച്ചിട്ട് അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഒരിക്കൽ ഞാൻ വീഡിയോസ് ഞാൻ ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആക്കിയിട്ടോ. ഫേസ് പാക്കിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആക്കി ഞാൻ ചെയ്യാം. ഇനിയിപ്പോൾ അതാ ഫ്രിഡ്ജിൽ വെച്ചതായാലും ഫ്രൂട്ട്സിൻ്റെ ബോക്സിലും ആദ്യം ഞാൻ ഫ്രൂട്ട്സ് പുറത്തേട്ടാ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ചൂട് തുടങ്ങിയല്ലേ, അതുകൊണ്ട് ഫ്രിഡ്ജിൽ തന്നെ വെക്കൽ. പിന്നെ ഒരു വൈറ്റ് ബോക്സ് കണ്ടില്ല, അതിൽ തക്കാളി ഇടൽ. അപ്പോൾ അതും ഞാൻ കഴുകിയിട്ട് ഉണക്കിയിട്ട് അങ്ങനെ വെച്ചതാണ്. ഫ്രിഡ്ജെല്ലാം ക്ലീൻ ആക്കിയിട്ടെല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ സാധനത്തിന് പോകുന്നതിൻ്റെ മുന്നേ. ഇനിയിപ്പോൾ അതാ ആദ്യം ഞാൻ നമ്മൾ കൊണ്ടുവന്ന ഫ്രൂട്ട്സൊക്കെ ഒന്ന് ഫില്ലാക്കിയിട്ട് വെക്കട്ടെ. ആപ്പിളും അതുപോലെ തന്നെ ഓറഞ്ചും ഇല്ലേ, എപ്പോഴും നമ്മളടുത്ത് സ്റ്റോക്ക് ഉണ്ടായിരിക്കും കേട്ടോ. കഴിയുമ്പോഴത്തിന് നമ്മളങ്ങനെ വാങ്ങലുണ്ട്. ഇപ്പോൾ അതാ ചെറിയൊരു ആപ്പിളാണ് കേട്ടോ. അവിടെ നല്ല ഓഫർ ഉണ്ടായിരുന്നത്. വലുതും ഉണ്ട്, പക്ഷേ ചെറിയ ആപ്പിളാണ് ഇപ്പം കൂടുതലുള്ളത്. അതേപോലെ തന്നെ ഓറഞ്ചും ചെറുത് ഭയങ്കര മധുരമാണ് കേട്ടോ. ഇപ്പോൾ ഈ പ്രാവശ്യം പോയപ്പം ഞാൻ വലുത് തന്നെ കേട്ടോ എടുത്തത്. ചെറുതെൻ്റെ അടുത്തുണ്ട്, ഫ്രിഡ്ജിലുണ്ട്. അത് വേറെ ബോക്സിലാക്കിയിട്ട് വെച്ചതാണ്. അപ്പോൾ അതാ ഞാൻ കൊണ്ടുവന്നത് ആപ്പിൾ താഴെ വെച്ച് പഴയ ആപ്പിളില്ലേ അത് ആദ്യം പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പുതിയത് കൊണ്ടുവന്നെല്ലാം താഴെ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലാണ് ഞാനിപ്പം പഴയത് വെച്ചിട്ട് അങ്ങനെ. എന്നാൽ പിന്നെ പഴയത് പെട്ടെന്ന് എടുത്ത് തീരുമല്ലോ. ഇല്ലെങ്കിൽ പഴയത് താഴെപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഇങ്ങനെ ചുളി വെല്ലം വരും. കുറേ ഫ്രിഡ്ജിലിരിക്കുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ചുളി വെല്ലം വരും. പിന്നെ അത് വാടിയ പോലെ ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിൽ തന്നെ ആയിട്ട് വെച്ചത്. പിന്നെ ദാ മല്ലിയില, പുതിനയില, അതുപോലെ കറിവേപ്പില ഇതെല്ലാം ഇട്ടുന്ന ഈ ഒരു ബോക്സിലാണ് കേട്ടോ. ഞാൻ തക്കാളി ഇടുന്ന ഞാൻ കാണിച്ചില്ല, ആ ഒരു ബോക്സിലാണ്. അപ്പോൾ അത് ഒന്ന് തക്കാളി പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒന്ന് പൊട്ടിയിട്ടുണ്ട്, എല്ലാത്തിലും വെള്ളമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താക്കി അറിയാം, തുടച്ചിട്ട് വെച്ച് ഞാൻ പൊട്ടിയത് മാത്രം ഒരു കവറിലിട്ട്, നല്ല ഫ്രഷാണ് മാത്രം എങ്ങനെ പൊട്ടിപ്പോയതാണ് കേട്ടോ നമ്മളിങ്ങനെ കൊണ്ടുവരുമ്പോൾ. അങ്ങനെ അത് കവറിൽ കെട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് അങ്ങനെ വെടക്കാവില്ല, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെടക്കാവും. ഞാൻ അതേപോലെ ബോക്സിലാട്ടോ വെക്കൽ, ഓപ്പണിങ് ബോക്സിലാണ് വെക്കൽ. ഇങ്ങനെ കവറിൽ കെട്ടിയിട്ടൊന്നും തക്കാളി വെക്കലില്ല. മല്ലിയില, കറിവേപ്പില, പച്ചമുളക് ഇതുപോലത്തെ ബോക്സിലാട്ടോ ഇട്ട് വെക്കൽ. അപ്പം ആദ്യം എല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറിവേപ്പില മാത്രം കുറച്ച് ബാക്കിയുണ്ട്. കറിവേപ്പില ഞാൻ ഇതുപോലെ കവറിൽ കെട്ടിയിട്ട് അങ്ങനെ വെക്കലാന്ന് കേട്ടോ, കൊണ്ടുവരുന്ന കവറിൽ തന്നെ. പിന്നെ മല്ലിയിലെല്ലാം ഞാൻ ഇതുപോലെ ടിഷ്യൂ വിരിച്ചിട്ട് അതിൽ
വെക്കലാണ് കേട്ടോ. മല്ലിയിലായാലും പച്ചമുളകായാലും പച്ചമുളകിൻ്റെ തണ്ട് എടുത്തിട്ടാണ് വെക്കൽ. മല്ലിയിലിപ്പം ഞാൻ കുറച്ച് കൂടുതൽ തന്നെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, 3 കെട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പച്ച മസാല അരക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ ടൈം ഉണ്ടെങ്കിൽ ഇന്ന് അരക്കും, അല്ലാന്നുണ്ടെങ്കിൽ നാളെ അരക്കും. ഇൻഷാല്ലാ ഞാൻ എന്തായാലും അരക്കുമ്പോൾ കാണിക്കട്ടെ. അപ്പോൾ ഞാനിതാ കുറച്ച് മല്ലിയിലെടുത്തിട്ട് അങ്ങനെ അതിൻ്റെ തണ്ട് കട്ടാക്കിയിട്ട് നമുക്കിപ്പോൾ യൂസ് ആക്കാനുള്ളത് മാത്രം ആ ഒരു ബോക്സിൽ വെക്കുന്നുണ്ട്. അതെനിക്ക് ഡെയിലി യൂസ് ആക്കാനുള്ളതാണ് കേട്ടോ. പിന്നെ ഈ ഒരു ബൗളിൽ ഇട്ടിട്ട് വെച്ചില്ല, അതാണ് ഗ്രീൻ മസാല അരക്കാനുള്ളത്. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഗ്രീൻ മസാല അരക്കുന്ന പച്ചമുളക് ഇതാണ് കേട്ടോ. ഇത് എരിവില്ലാത്ത പച്ചമുളകാണ്. എരിവുള്ള പച്ചമുളക് നല്ല ഗ്രീൻ കളറായിരിക്കും, എരിവില്ലാത്ത ഇതാ ഈ ഒരു കളറായിരിക്കും കേട്ടോ, പിസ്ത. പക്ഷേ ഈ ഒരു പിസ്തയിൽ തന്നെ എരിവുള്ളതും വരുന്നുണ്ട് കേട്ടോ. അപ്പം അത് നമ്മൾ വാങ്ങുമ്പോൾ ഇങ്ങനെ പൊട്ടിച്ചിട്ട്, മുളക് പൊട്ടിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ടെസ്റ്റ് ആക്കുക, ഒന്ന് മണത്തിട്ട് നോക്കിയാൽ തന്നെ കാരം ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് എരിവുണ്ടെങ്കിൽ നമുക്കറിയട്ടോ. അങ്ങനെ നോക്കിയിട്ട് മാത്രമേ ഞാൻ വാങ്ങലുള്ളൂ കേട്ടോ, എരിവുണ്ടാ എരിവില്ലാന്ന്. അപ്പം ഇത് എരിവില്ല കേട്ടോ. അങ്ങനെ നമ്മൾ പൊട്ടിച്ച് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ നാമച്ചിട്ടെല്ലാം നോക്കിന്, അപ്പോൾ എരിവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മുളകേറ്റാണ് ഞാൻ പച്ചമസാല അരക്കുന്നത്. അപ്പോൾ കുറേ ദിവസമായി പച്ചമസാലയുടെ കറിയിലും വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഏതായാലും ഫാദു അവിടെ ഇരിക്കുന്നുണ്ട് ഫോണായിട്ട്. അപ്പോൾ അതിനോട് പറഞ്ഞ് ഇതിൻ്റെ നെട്ടൊന്ന് ഒഴിവാക്കി തരുമെന്ന് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫാദു ഇതിൻ്റെ നെട്ടെല്ലാം എടുക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഒന്ന് ഇങ്ങനെ പറക്കി എടുത്ത സാധനം എന്നിട്ട് ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇത് നട്ടെല്ലാം നട്ടെല്ലാം ആരോ അതില്ലേ നട്ടല്ല മൊത്ത് അതിന്റെ നട്ട് നട്ടെങ്കിൽ നട്ട് അത് മാന്തുന്നത് ഇങ്ങനെ നട്ടല് ശരിയില്ലല്ലോ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ എനിക്ക് ഇതിൽ ഇടാനൊരു സാധനം കൂടി വേണം എനിക്ക്. ഓക്കെ, ഞാൻ കുറച്ച് കഴിഞ്ഞാൽ വരും, അപ്പൊ പെട്ടെന്ന് തീർക്കണം. ഓക്കെ, ഒന്ന് കഴിച്ചിട്ട് നോക്കല്ലേ, ഇങ്ങോട്ടിട്ടല്ലേ എരിവുണ്ടാണ്. എനിക്കിപ്പോ വിശക്കുന്നില്ല. പച്ചമുളകിൻ്റെ നെട്ടെടുക്കാൻ ഫാദുവിനെ ഏൽപ്പിച്ചിട്ടാ. ഇനി ഞാൻ പൊരിയിൽ എപ്പോഴും യൂസ് ആക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന പച്ചമുളകിൻ്റെ നെട്ടെടുക്കാനുണ്ട്, അത് ഞാൻ എടുക്കാം. ഇത് പിന്നെ ഫാദുവിനെ ഏൽപ്പിച്ചാൽ നല്ല അടിപൊളിയാക്കിയിട്ട് എടുത്തിട്ട് തന്നോളൂ. അപ്പോൾ അതവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഫാദു എന്തെല്ലോ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ റീൽസ് ഓണാക്കിയിട്ട് വെച്ചിട്ടുണ്ട്, അപ്പോൾ മ്യൂസിക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോപ്പിറൈറ്റ് വരുമെന്ന് വിചാരിച്ചിട്ട് ഫാദു പറഞ്ഞൊന്നും ഞാൻ പിന്നെ ബയോട്ട് ഇട്ടിട്ടില്ല. ഇതാ പച്ചമുളകില്ലേ നമ്മൾ ഡെയിലി യൂസ് ആക്കുന്ന, അതും ഞാൻ ഇങ്ങനെ തന്നെ. അത് ഇതാ നല്ല ഗ്രീൻ കളർ, ഇത് നല്ല എരിവുള്ളതാണ് കേട്ടോ. അത് 1-2 പച്ചക്കറിയിലും കറി വെക്കുമ്പോൾ ഒക്കെ ഇട്ടാൽ മതി, നല്ല എരിവുള്ളതാണ്. അപ്പോൾ അതിൻ്റെ നെട്ടിയെടുത്തിട്ട് ഞാനിതാ ഇതേപോലെ തന്നെ ബോക്സിലാക്കിയിട്ട് ആദ്യം ടിഷ്യൂ വെച്ചിട്ട് അതിൻ്റെ മുകളിലിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഒരു ടിഷ്യൂ വെച്ചിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കലാന്നിട്ടാ. പിന്നെ പച്ചമുളകായാലും കറിവേപ്പില അതുപോലെ തന്നെ മല്ലിയില ഇതെല്ലാം നമ്മൾ ഇതുപോലെ ബോക്സിലെല്ലാം വെക്കുമ്പോൾ വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ടിഷ്യൂ വെക്കുന്നത്. അതുപോലെ ടിഷ്യൂ വെച്ചാൽ നമുക്ക് 2-3 ആഴ്ചയെല്ലാം വരും. ടിഷ്യൂ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ വിയർപ്പ് ഇങ്ങനെ ഇറ്റിയിട്ട് വെള്ളത്തിൻ്റെ അംശം വന്നിട്ട് അത് പെട്ടെന്ന് ചീയലുണ്ട് കേട്ടോ, വെടക്കാവലുണ്ട്. ഞാൻ അതുകൊണ്ടാണ് കുറച്ച് വാങ്ങുന്നത്. പച്ചമുളകായാലും കറിവേപ്പില മല്ലിയില 2 ആഴ്ച കേട്ടോ, അത്ര ഞാൻ കൂടുതൽ വാങ്ങലില്ല, കുറച്ച് വാങ്ങലുള്ളൂ. പിന്നെ ക്യാരറ്റ് വെക്കലിതാ ഇതുപോലെ ബോക്സിലാക്കിയിട്ട് അടിയിൽ ഒരു തട്ടുണ്ടല്ലേ, ഇത് ഞാൻ ആമസോണിൽ നിന്ന് നാട്ടിൽ നിന്ന് വരുമ്പോൾ വാങ്ങിച്ചാന്ന് കേട്ടോ. നല്ല ഓഫർ ഉണ്ടായിരുന്നു, 6 പീസ് അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതേപോലെ ക്യാരറ്റ് ഇതാ ഇതുപോലെ പീസാക്കിയിട്ട് ഒരു ബോക്സിൽ ഇട്ടിട്ട് അങ്ങനെ വെക്കലാന്ന് കേട്ടോ. ഇതും ബടക്കാവലില്ല, ഇതും ഞാൻ കുറേ ആയിട്ട് ഇങ്ങനെ തന്നെ കേട്ടോ ചെയ്യൽ. ആദ്യം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ എനിക്കതൊരു നല്ലതായിട്ട് തോന്നിയില്ല. അതിൻ്റെ എന്താ പറയുക, നല്ല സത്തും കാര്യങ്ങളൊക്കെ ആ വെള്ളത്തിൽ അലിഞ്ഞു പോയിട്ടുണ്ടാവില്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ വെക്കലില്ല. അങ്ങനെ ആകുമ്പോഴും ബടക്കാവുന്നില്ല കേട്ടോ. പിന്നെ അത് ലെമണും അങ്ങനെ തന്നെ ഇതാ ബോക്സിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി ഇതില്ലേ നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ, ഇന്ത്യൻ്റെ ഇഞ്ചി. ഇത് എപ്പോഴും കിട്ടലില്ല, വലിയ ഇഞ്ചില്ലേ, അതാണ് എപ്പോഴും ഓഫർ ഉണ്ടാവല്. ഇത് നാടൻ ഇഞ്ചാണ്. അപ്പോൾ ഇത് നല്ല ഓഫർ ഉണ്ടായിരുന്നു, അപ്പോൾ അത് കുറച്ച് കൂടുതൽ തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം കുറച്ച് ഞാൻ എപ്പോഴും ഞാൻ കുറച്ച് വാങ്ങിച്ചിട്ട് പുറത്ത് തന്നെ നമ്മൾ ഉള്ളിൻ്റെ ബോക്സിൽ തന്നെ ആക്കിയിട്ട് വെക്കലാന്ന്. അപ്പോൾ കുറച്ച് കൂടുതൽ വാങ്ങിച്ചുകൊണ്ട് ഞാനിതാ ബോക്സിലാക്കിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ മൂടിയിട്ട്. പിന്നെ അതാ കുറച്ച് ഞാൻ 2 പീസ് എടുത്തിട്ട് ഉള്ളിൻ്റെ ഒക്കെ തന്നെ വെക്കുന്നുണ്ട്. പിന്നെ
ഒരു 2 പീസ് എടുത്തിട്ട് പച്ച മസാല അരക്കാനുള്ളത് അതും അതിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ കോവയ്ക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ ഫാദിന്. അങ്ങനെ ഞാൻ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്, അതും ബോക്സിലാക്കിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ വെള്ളരി, ക്യാബേജ് അങ്ങനത്തെ എല്ലാം ഇല്ലേ ഞാൻ അടിയിലുള്ള ആ ഒരു ബോക്സില്ലേ ഫ്രിഡ്ജിൻ്റെ, അപ്പോൾ അത് കവറോടുക്ക് ചീര അതെല്ലാം കവറോടുക്ക് കൂടി അങ്ങനെ വെക്കലാട്ടോ. ആ ഒരു ബോക്സിലാണ് വെക്കൽ, അതിൽ തക്കാളി ഒന്നും വെക്കൂല കേട്ടോ. ഇങ്ങനത്തെ ഐറ്റംസ് ആ ഒരു പാക്കറ്റ് ഒരു കവറിൽ കെട്ടിയിട്ടല്ലോ അല്ലേ, ആ കവറോട് കൂടി തന്നെ വെള്ളരി അങ്ങനത്തെ എല്ലാം ചേന അങ്ങനത്തെ എല്ലാം ഒരു ബോക്സിലാക്കിയിട്ട് വെക്കും. ബാക്കിയെല്ലാം ഇതുപോലെ ചെറിയ ബോക്സിലാക്കിയിട്ട് അങ്ങനെ വെക്കലാണ്. വെള്ളരി, ചേന ഇതെല്ലാം കവറിൽ കെട്ടിയിട്ട് അങ്ങനെ വെക്കുമ്പോൾ എനിക്ക് കുറേ കാലം അങ്ങനെ യൂസാക്കാൻ പറ്റുന്നുണ്ട്, ഒന്നും ആവുന്നില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മൾ വെള്ളരിയൊക്കെ എടുത്ത് പിന്നെ ഒരു ചെറിയ പീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു റാപ്പ് ചെയ്തിട്ട് അങ്ങനെ വെച്ചാൽ മതി കേട്ടോ. ബാക്കിയുള്ളത് അങ്ങനെ ഒരു കവറിൽ കെട്ടിയിട്ട് അല്ലെങ്കിൽ റാപ്പ് ചെയ്തിട്ട് സിപ്ലോ കവറിലാക്കിയിട്ട് അങ്ങനെയൊക്കെ വെക്കട്ടോ, അപ്പോഴും വെടക്കാവില്ല. ക്യാപ്സിക്കം അതെല്ലാം ഞാൻ താഴെ തന്നെ വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ അതാ മുട്ടയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒറ്റൊന്നുമില്ല. അപ്പം മുട്ട നമ്മൾ എപ്പോഴും സ്റ്റോക്ക് വെക്കലുണ്ട് കേട്ടോ. മീനോ ഇറച്ചിയോ ഒന്നും ഇല്ലെങ്കിൽ മുട്ടയിട്ട് കറിയാ അല്ലെങ്കിൽ മുട്ട ഫ്രൈ ആക്കിയിട്ട് നമ്മൾ ദാലി കറി വെക്കും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതാ മുട്ടയും തീർന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു ഓഫറിൽ വരുന്നൊരു മുട്ട ഉണ്ട്, അത് വാങ്ങലില്ല കേട്ടോ. ചെറിയ മുട്ട ആദ്യമല്ല അത് തന്നെ കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് അതിൻ്റെ ഒരു ടേസ്റ്റും ഫ്രൈ ആക്കുമ്പോഴും ടേസ്റ്റ് ഇല്ല, അതിൻ്റെ ഒരു ടേസ്റ്റും എന്തോ പോലെ മുട്ടൻ്റെ ഒരു ടേസ്റ്റ് വരുന്നില്ല. ഫ്രൈ ആക്കുമ്പോഴെല്ലാം നല്ല മണം വരുന്നില്ലേ ചില മുട്ടകൾ. അപ്പോൾ ഈ ഒരു മുട്ട നമ്മൾ കുറേ ആയിട്ടാണ് ഇപ്പോൾ വാങ്ങൽ, ഇതന്നെയായിരുന്നു. ഇതന്നെയാന്നിട്ടാ. അപ്പോൾ അതന്നെ നോക്കിയിട്ട് വാങ്ങല. ഇത് കുറച്ച് കൂടുതലാണ്, നല്ല കൂടുതലല്ല, അതിനെക്കാട്ടി കൂടുതലുള്ളതെല്ലാം ഉണ്ട് കേട്ടോ. എന്നാലും ആ ഒരു ഓഫറിൻ്റെ ഇടുന്ന ആ ഒരു മുട്ടനെക്കാട്ടിയും നല്ലത് ഈ ഒരു മുട്ടയെന്ന്. അപ്പം അത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് വലുതുമാണിത്, മറ്റേ ചെറുതാണ്. അപ്പോൾ 2 ഒന്ന് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം 2 ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, അതെന്തിനാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇനിയിപ്പോൾ അതാ ഗ്രീൻ മസാല ഞാൻ ഇപ്പം അരക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, മാത്രം ഇനിയിപ്പം നല്ല ലേറ്റായിട്ട് വീഡിയോ എല്ലാം എടുത്തിട്ടെല്ലാം വന്നപ്പോൾ നല്ല ലേറ്റായി. ഫ്രൂട്ട്സ് എല്ലാം ഫ്രിഡ്ജിലെല്ലാം സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ കണ്ടില്ല. പച്ചക്കറി, ഫ്രൂട്ട്സ്, മുട്ട ഇതെല്ലാം അതിൻ്റേതായിട്ടുള്ള സ്ഥലത്തേക്ക് ക്ലീൻ ആക്കിയിട്ടെല്ലാം വെച്ചിട്ടാണ്. ഞാൻ സാധനം വാങ്ങാൻ പോകുന്നതിന് മുന്നേ തന്നെ ഫ്രിഡ്ജെല്ലാം ക്ലീനാക്കി തുടച്ചിട്ടെല്ലാം വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വെക്കേണ്ട പണിയേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് വെച്ച്. ഇനിയിപ്പം മീൻ സെറ്റാക്കിയിട്ട് വെച്ചിട്ടില്ല. അതിൻ്റെ മുന്നേ 2 പ്ലംസ് എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, അത് കഴിക്കാനും വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ അതാ മീൻ ഞാൻ പറഞ്ഞില്ല, ആവോലി, അയക്കറ. നമ്മൾ ഇത് കട്ട് ചെയ്തിട്ട് കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ, കട്ട് ചെയ്യാതെ കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ ഞാൻ കഴുകിയിട്ട് അങ്ങനെ ബോക്സിലാക്കിയിട്ട് അങ്ങനെ വെക്കലാന്ന്. അതേപോലെ തന്നെ കട്ട് ചെയ്തിട്ട് കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബ്ലഡ്, അതിൻ്റെ ആ ഒരു വേസ്റ്റ് അതെല്ലാം ഉണ്ടാവില്ലേ, അപ്പോൾ അതെല്ലാം ഇതേപോലെ നല്ലോണം വാഷാക്കിയിട്ട് അതിൻ്റെ വേസ്റ്റും എല്ലാം കളഞ്ഞതിന് ശേഷം ബോക്സിലാക്കിയിട്ട് നമ്മൾ ഓരോ ദിവസം എടുക്കേണ്ട ചെറിയ ബോക്സിലാക്കിയിട്ട് അങ്ങനെ വെക്കലാന്ന് കേട്ടോ. ഒരു ദിവസം എത്ര വേണ്ടത് അതിനനുസരിച്ചിട്ടാണ് ഞാൻ വെക്കൽ. എല്ലാം കൂടെ ഒരു ബോക്സിലാക്കിയിട്ട് അങ്ങനെ മീൻ വെക്കലില്ല കേട്ടോ. ഇതുപോലെ നല്ലോണം കഴുകിയതിന് ശേഷം ഇതുപോലത്തെ ബോക്സ് എടുത്തിട്ട് അതിൽ മീൻ വെച്ചതിന് ശേഷം മീൻ നിരക്കെ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ഫ്രീസറിൽ വെക്കലാന്ന് കേട്ടോ. പിന്നെ ഈ ഒരു മീനില്ലേ തിലാപ്പിയ, ഇത് എപ്പോഴും നമ്മൾ വാങ്ങലില്ല കേട്ടോ, എപ്പോഴെങ്കിലും വാങ്ങലുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മൾ എപ്പോഴെങ്കിലും പുതിയ മാത്രം. ഇത് വേഗം ചടക്കുന്ന മീനാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു മീനിൻ്റെ ഉള്ളിലില്ലേ വേസ്റ്റിൻ്റെ അവിടെ ഒരു കറുപ്പ് തൊലിയുണ്ട്, ആ തൊലിയിൽ ഫുള്ളായിട്ട് റിമൂവ് ആക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന ടൈമിൽ മീനെല്ലാം ഫ്രൈ ആക്കുന്നതാ എപ്പോഴെങ്കിലും ഉണ്ടാക്കുന്ന ടൈമിലില്ലേ അത് കയ്പ്പ് ടേസ്റ്റാവും കഴിക്കുന്ന ടൈമിൽ. അപ്പം മീനിൻ്റെ ആ ഒരു ടേസ്റ്റ് മൊത്തം പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സൂക്ഷിക്കണം കേട്ടോ. ഈ ഒരു തിലാപ്പിയോ മീൻ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴൊന്നും വാങ്ങലില്ല, ഇത് വേഗം ചടക്കുന്ന മീനാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ നല്ലോണം കഴുകിയിട്ട് അതിൻ്റെ വേസ്റ്റെല്ലാം ഒഴിവാക്കിയിട്ട് തിലാപ്പിയ പിന്നെ കുറച്ച് വലുതാണ്, അപ്പോൾ ഓരോരോ ബോക്സിലാക്കിയിട്ട് അങ്ങനെ നമുക്ക് ഒരു ദിവസം എടുക്കാനുള്ളത് ഒരു ബോക്സിലാക്കി വെച്ചാൽ മതി. എല്ലാം കൂടെ ഒരു ബോക്സിലാക്കി ഒരിക്കലും വെക്കരുത് കേട്ടോ. അപ്പം നമ്മളെല്ലാം വെള്ളം ഒഴിച്ചിട്ട് വെക്കേണ്ടി വരും. പിന്നെ അതെടുത്തിട്ട് പിന്നെ അങ്ങനെ ഫ്രിഡ്ജിൽ പിന്നെയും ബാക്കിയുള്ളത് വെക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് എല്ലാം എന്തോ ഒരു ഉണക്കച്ചോയെല്ലാം വരും. അപ്പോൾ ഇതേപോലെ നമുക്ക് ഒരു ദിവസം എടുക്കാണ്ടിയത് ഇതുപോലെ ചെറിയ ബോക്സിലാക്കി വെക്കുക. ഇനിയിപ്പോൾ എൻ്റെ അടുത്ത് ചെറിയ ബോക്സ് ഇല്ലാത്തതുകൊണ്ട് ലാസ്റ്റ് ഒന്ന് വലിയ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്രീസറിൽ ഞാൻ ഓരോന്നായിട്ട് വെക്കലാന്നിട്ട്.
ഇത് ചിക്കനാണ്, മറ്റേത് മട്ടനാണ് കേട്ടോ. അപ്പം ഇതെല്ലാം ഞാൻ താഴെ തന്നെ ഒന്ന് വെക്കൽ. അപ്പോൾ ഇത് ഇനിയിപ്പം ചിക്കന് നാളെ എടുത്തിട്ട് ഒരു റെസിപ്പി ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇനിയിപ്പോൾ അത് മുകളിൽ വെക്കാം, താഴെ ഇനിയിപ്പം സ്ഥലമില്ല. അപ്പോൾ അത് ഞാൻ മുകളിലേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ മാറ്റി മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാം വെക്കും കേട്ടോ. പിന്നെ എൻ്റെ ഫ്രീസറിൻ്റെ ആ ഒരു തട്ടിൻ്റെ അവിടെയുള്ള അത് കൊണ്ട് ഫ്രിഡ്ജിലെ നമ്മൾ സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചതാണ്. അപ്പോൾ ആ ഫ്രിഡ്ജിൽ കൊണ്ടുവരുമ്പോൾ തന്നെ അതിൻ്റെ വെക്കുന്ന ആ ഒരു തട്ട് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് കിട്ടുമ്പോൾ തന്നെ അത് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെയാണ് കേട്ടോ. ഇനി പുതിയത് അതേപോലത്തെ തട്ട് ഇനി പുതിയത് കിട്ടുമോയെന്നറിയില്ല, കിട്ടുകയെന്നുണ്ടെങ്കിൽ വാങ്ങണം. അപ്പോൾ അത് പെട്ടെന്ന് താഴേക്ക് ഇങ്ങനെ പുഷാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെയിറ്റുള്ളത് കൂടുതൽ വെക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കുറേ എല്ലാം കൊടുത്താൽ ഞാൻ ആ തട്ട് ഒഴിവാക്കലാന്ന്. എന്നിട്ട് ഞാനിങ്ങനെ ഓരോന്നോരോന്ന് അടുപ്പിച്ചടുപ്പിച്ച് വെക്കലാന്നിട്ടാ. മുകളിലാണ് ഞാൻ ഫേസ് പാക്ക്, അതുപോലെ തന്നെ ബീട്രൂട്ട്, ക്യാരറ്റ് ഇതെല്ലാം ജ്യൂസാക്കിയിട്ട് വെച്ചത്. പിന്നെ അതുപോലെ തന്നെ കടല ഇതെല്ലാം വേവിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതെല്ലാം ഒരു സിബ്ലോ കവറിലാക്കിയിട്ടാണ് വെച്ചത്. പിന്നെ ഐസ് ക്യൂബ് അതെല്ലാം ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ മുകളിൽ വെക്കും. മുകളിലത്തെ തട്ടിൽ താഴെ ഞാൻ ഇറച്ചി, മീൻ അങ്ങനത്തെ എല്ലാം വെക്കലാന്ന്. ഫ്രിഡ്ജിലുള്ളതെല്ലാം എല്ലാം സെറ്റാക്കിയിട്ട് വെച്ചിട്ടാ. ഫ്രീസറും ഫ്രിഡ്ജും ഒക്കെ സെറ്റാക്കി വെച്ചിട്ട് സമാധാനമായിട്ടാണ്. ഇനി പിന്നെ അതിൻ്റെ ബാക്കും ഡോറും ഇതെല്ലാം ഒന്ന് തുടച്ചിട്ടുണ്ടായിന്. ഇനിയിപ്പോൾ അതാ ഞാൻ പറയില്ല, ബദാം തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബദാമും ഞാനിതാ ബോട്ടിലാക്കിയിട്ട് അതും വെച്ചിട്ടുണ്ട്. ഇത് രാവിലെ ഞാൻ വെള്ളത്തിലിട്ടിട്ട് കഴിക്കലുണ്ട് കേട്ടോ. ഇനി ക്ലീനിങ് ആന്നിട്ടാ. ഒരുപാട് കവറും അതുപോലെ തന്നെ മീനിൻ്റെ കവറും ഇതെല്ലാം മീനിൻ്റെ മണമെല്ലാം ഉണ്ട്, മീനെല്ലാം കഴുകിയതല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വേസ്റ്റെല്ലാം എടുത്തുകൊണ്ട് അവിടെ എല്ലാം ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതെല്ലാം നല്ല ഒരത്തിയിട്ട് നല്ല ഡെറ്റോളെല്ലാം ഇട്ടിട്ട് നല്ല ക്ലീൻ ആക്കിയിട്ട് എല്ലാം തുടച്ചിട്ടെല്ലാം എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കാണിച്ചെന്നില്ല, ബദാമും മുന്തിരിയും വെള്ളത്തിലിട്ട് വന്നിട്ടാ. അത് ഞാൻ വൈകുന്നേരം ചായ ഉണ്ടാക്കുമ്പം ആ ചുടുവെള്ളത്തിൽ അങ്ങനെ വെള്ളത്തിലിട്ടിട്ട് വെക്കലാന്നിട്ട് ചുടുവെള്ളം ഒഴിച്ചിട്ട് അപ്പോഴത്തേക്കും കൂടെയുള്ള ചുടുവെള്ളം വെക്കും. എന്നിട്ട് നല്ലോണം വാഷാക്കിയിട്ട് അങ്ങനെ വെള്ളത്തിലിട്ട് വെക്കുന്നതാണ്. അത് ഞാൻ ഇൻഷാല്ലാ ഏതെങ്കിലും ഒരു വീഡിയോയിൽ കാണിക്കട്ടെ. ഞാൻ മുന്നേ എല്ലാം കാണിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ സ്കിൻ കെയർ റൂട്ടീന് എല്ലാം കാണിക്കാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇൻഷാല്ലാ ഞാൻ കാണിക്കാതിരിക്കാം. കിച്ചണ് മാത്രമേ കേട്ടോ അപ്പോൾ ക്ലീൻ ആക്കുന്നുള്ളൂ. കാര്യം കിച്ചണിൽ നമ്മൾ കുറേ സാധനം അപ്പുറം വെച്ചതും ഇതൊക്കെ അല്ല. അപ്പം അപ്പുറം പച്ചക്കറിയെല്ലാം ചെറുതായിട്ട് അവിടെ ഇവിടെ ഇല്ലായിട്ടുണ്ട്, ഉള്ളിൻ്റെ തൊലി ഇതെല്ലാം. അപ്പോൾ മൊത്തത്തിലൊന്ന് അടിച്ചരിയിട്ട് തുടച്ചിട്ട് പിന്നെ മീനിൻ്റെ ഇതൊക്കെ വേസ്റ്റൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലാറ്റ് ആയതുകൊണ്ട് തന്നെ വേഗം നാറ്റം വരും. അപ്പോൾ നല്ല ക്ലീൻ ആക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട് ഇതാ വേസ്റ്റ് അടിച്ചേരലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി മൊത്തത്തിലൊന്ന് തുടക്കണം. അതിൻ്റെ ഇടയിൽ ഇതാ അപ്പോൾ അത് വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് ഡോർ തുറന്ന് പുറത്ത് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ പൂച്ചൻ്റെ അപ്പുറം നടക്കുന്ന അതിനില്ലേ നമ്മളെ ഫ്രണ്ടിലത്തെ ഡോർ ഇങ്ങനെ തുറക്കുമ്പോൾ തന്നെ നമ്മൾ പുറത്ത് പോകുന്നതെന്ന് വിചാരിച്ചിട്ട് അതിനൊരു ബേജാറാണ്. അതിന് നമ്മളടുത്ത് തന്നെ വേണം കേട്ടോ. അപ്പം രാത്രി ആയാലും നമ്മൾ ഡോർ അടക്കുകയെന്നുണ്ടെങ്കിൽ ഡോറിന് ഇങ്ങനെ എന്തോ മുട്ടുന്ന പോലെ ഇങ്ങനെ കാല് വെച്ചിട്ട് തട്ടും. ഡോറ് തുറന്ന് കൊടുത്താൽ സമാധാനത്തിൽ നമ്മളെ കണ്ടിട്ട് താഴേക്ക് എടുക്കും. അങ്ങനെയാണ്. എനിക്കെന്താ പറയാനുള്ളത്? എനിക്കെന്തെങ്കിലും പറയാനുണ്ടോ? പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഫാമി ഞങ്ങളെ ഗുണ്ടുമല്ലി കൊങ്കാട്ടക്കുട്ടിയാണ്. പക്ഷെ ഇടക്ക് നല്ല എന്താണ് പറയുന്നത്, ഉപദ്രവമുണ്ട്. സല്ലുവിനെ ദേഷ്യപ്പെടുത്തുന്നല്ലേ? പാവാണ്. നമ്മളെ ശബ്ദം ഇങ്ങനെ കേട്ടോണ്ടിരിക്കണല്ലേ? സുന്ദരി നീ വന്നു. ഇതാണ് ഇവന്റെ താവളം. കിടന്ന് അടിക്ക്. എങ്ങനെ കിടക്കുന്ന കിടക്ക്. നല്ല അനുസരണമുള്ള കുട്ടിയായിട്ട് കിടന്നോ. സ്ലീപ്പ് ഫാമി സ്ലീപ്പ്. ഫാമി സ്ലീപ്പ്. Show how to sleep. Good girl. ഇങ്ങോട്ട് നോക്കിയാ, ക്യാമറയിലോട്ട് നോക്ക്. കുറച്ച് മോളോട്ട് നോക്കൂ. എല്ലാം അറിയുന്നത്. അത് ഈ ഒരു കൊട്ടയിൽ ഇങ്ങനെ കയറി കിടക്കലാന്നിട്ടാ. പിന്നെ നമ്മൾ കിടക്കുമ്പോൾ നമ്മളെ റൂമിലേക്ക് വരും.
ചിലപ്പോൾ താഴെ കിടക്കും, ചിലപ്പോൾ ബെഡിൽ കിടക്കും, അങ്ങനെയൊക്കെ കേട്ടാ. അതിൻ്റെ വേസ്റ്റ് എല്ലാം തന്നെ പുറത്ത് പോയിട്ട് അത് ഒഴിവാക്കിയിട്ടെല്ലാം വരും. അപ്പോൾ അതിനുള്ള നമ്മൾ സെറ്റപ്പ് ആക്കിയിട്ടെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ട് തന്നെ, നിങ്ങൾ കൂടുതലും പൂച്ചേൻ്റെ കാര്യമൊക്കെ ഉൾപ്പെടുത്തണ വീഡിയോസിൽ എന്ന് പറഞ്ഞിട്ട്. ഇൻഷാ അല്ലാ ഉൾപ്പെടുത്താം. പിന്നെ നമുക്ക് പൂച്ച നമുക്ക് വേണ്ടാന്ന് വിചാരിക്കുന്നത് ആർക്കെങ്കിലും അജ്മാനിൽ ഈ പരിസരത്തൊക്കെ ആർക്കെങ്കിലും പൂച്ചയൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നല്ല പൂച്ച എന്നിട്ടാ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി, കൊണ്ടുപോയിക്കൊണ്ടിട്ടാ. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു തരേണ്ട എവിടെയാണെന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഓൺലൈനിൽ ഡ്രസ്സിൻ്റെ എല്ലാം തുടങ്ങിയതുകൊണ്ട് തന്നെ ഞാൻ ഓൺലൈനിൽ നമ്മൾ സ്റ്റുഡിയോ മാത്രം ഡ്രസ്സിന് മാത്രം ആക്കിയിട്ടുള്ളത്. നമ്മൾ ഫുഡ് കഴിക്കലും ഒക്കെ ഇപ്പം റൂമിലാണ് ടേബിളെല്ലാം ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പൂച്ച ഉണ്ടായതുകൊണ്ട് നമുക്ക് കൂടുതലും ഹോൾ എപ്പോഴും അടച്ചിടേണ്ടി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് പുറത്തിങ്ങനെ വിട്ടുകൊടുക്കാനും ഒരു ബേജാറാന്നിട്ട്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കിയാൽ മതി. നാട്ടിലല്ല കേട്ടോ, അജ്മാൻ, ഷാർജ ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പൂച്ചക്ക് അത്ര ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഓക്കെ. ഇതിപ്പം സുബി ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ 2 മുട്ട എടുത്ത് വെച്ചില്ലേ, നല്ല ഫ്രൈ ചൂടോട് കൂടിയിട്ട് വെളിച്ചെണ്ണയിൽ അടിച്ചിട്ടുണ്ട്. 2 നേരത്തെ എടുത്ത് വെച്ച പ്ലംസും ഉണ്ട്. അതിനിപ്പം നമ്മൾ കഴിക്കലാന്നിട്ടാ. അപ്പോൾ അതാ പച്ചമുളക് അതും നല്ല അടിപൊളിയിൽ നട്ടെല്ലാം ഒഴിവാക്കിയിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. മാഷാ അല്ലാ. ഇനിയിപ്പോൾ ഇന്ന് ഗ്രീൻ മസാല എടുക്കുന്നില്ല, അടുത്ത വ്ളോഗിൽ ഞാൻ ഉൾപ്പെടുത്തിട്ടാ ഇൻഷാ അല്ലാ. എന്നിട്ട് ഞാൻ എനിക്ക് ഇത് തരും. ഓക്കെ, എന്നിട്ട് നീ ഒരിടത്തൊക്കെ കുത്ത, ആ കുത്തിയതാണ് നിന്റെ മുട്ട. ഇതിലിപ്പോ വലുതും ചെറുതുണ്ട്, തൊട്ട് നോക്കാനൊന്നുമില്ല. കണ്ണ് ഒരു പസ തുറന്നിട്ടുണ്ടെങ്കിൽ നീ ഭൂലോക എത്തിന്ന് ഞാൻ ദേഷ്യത്തോട് പറയും. ഓക്കെ, കണ്ണൊക്കെ എന്ത് കണ്ണെടുക്ക്, തുറക്കാനില്ല, തുറക്കാനില്ല. ഇല്ല പത് പറഞ്ഞല്ലേ കാണുന്നു. കുത്തിക്കോ. കൊറേ കുറെ കുത്താനില്ല, ഞാൻ പറയുമ്പോ കുത്തിയാ മതി. നിന്റെ കാക്കട്ടെ എങ്ങനെ നിന്നോ. ഓക്കെ, കുത്തിക്കോ. കുത്തി കുത്തി പിടിച്ചോ. അവിടെ അവിടെ അത് കുത്തി പിടിച്ചത് കണ്ടില്ലേ? ആദ്യം കുത്തി ഇത് തന്നെ, അതെന്നെ കുത്തി. ഓക്കെ, അതാണ് കൊടുത്ത്. എങ്ങനെയുണ്ട് മനസ്സിലാവും? ഇനി നാളെ എനിക്കിപ്പോ കിട്ടിയിട്ടായി കിട്ടി ഞാൻ തിരിച്ചു പിടിക്കാൻ തയ്യാറല്ല. എന്താണ് അന്വേഷണം? ഇനിയിപ്പോൾ സുബി ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. ഇനിയിപ്പം ഫ്രഷായി നിസ്കരിച്ച് പിന്നെ കിടക്കലാന്ന്. എപ്പോഴും ഇങ്ങനെ അല്ല കേട്ടോ, ഇതുപോലെ എന്തെങ്കിലും പണിയൊക്കെ ഉണ്ടാകുമ്പം കുറച്ച് ലേറ്റാവും അങ്ങനെ. അപ്പോൾ അത് കുറച്ച് ഫ്രീ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ലേറ്റായിട്ട് അങ്ങനെ കിടക്കലാന്ന്. അപ്പോൾ ഞാനില്ലേ റെസിപ്പി വീഡിയോയും പിന്നെ ഗ്രീൻ മസാലയുടെ റെസിപ്പിയും ഒക്കെ ആയിട്ട് അടിപൊളി റെസിപ്പി ഞാൻ ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാ അത് അടുത്ത വ്ളോഗിൽ ഉൾപ്പെടുത്തട്ടെ. ഈ ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്തുമ്പോൾ അല്ലേ ഇത് കൂടുതൽ നല്ലോണം ലെങ്ത് ആവും വീഡിയോ. അപ്പോൾ ഇൻഷാ അല്ലാ അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യട്ടോ, ഷെയർ ചെയ്യാനും കൂടെ മറക്കണ്ട. ഇൻഷാ അല്ലാ അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു. ഇഷ്ടപ്പെട്ടു. പാട്ടുകൾ കൊണ്ട് ഞാനല്ലേ പറഞ്ഞ വലിയ ആളാവണ്ട പറഞ്ഞാ വലിയ ആളാവണ്ട.